ജില്ലയിൽ മുങ്ങിമരണങ്ങൾ വർദ്ധിക്കുന്നു. പുതുവർഷം പിറന്ന് ഫെബ്രുവരി അവസാനിക്കുമ്പോൾ ജില്ലയിൽ ഇതുവരെ 3 പേർ മുങ്ങി മരിച്ചു. നിരവധി വിനോദസഞ്ചാരികളും ജില്ലയിൽ മുങ്ങി മരിച്ചിട്ടുണ്ട്. വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കാത്തതാണ് പല അപകടങ്ങൾക്കും പ്രധാന കാരണം. ജില്ലയിൽ ഒരു വർഷം ശരാശരി 40-ലധികം പേരാണ് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത്. ബക്കറ്റിലെ വെള്ളത്തിൽ വീണ് കുട്ടികൾ മരിച്ച സംഭവങ്ങൾ കൂടാതെ പടുതാക്കുളങ്ങൾ, പുഴകൾ, അണക്കെട്ടുകൾ എന്നിവയിലും മുങ്ങിമരണങ്ങൾ ഉണ്ടാകാറുണ്ട്. ജില്ലയിൽ ഈ വർഷം ഇതുവരെ 3 പേർ മുങ്ങി മരിച്ചു. തിങ്കളാഴ്ച രാജകുമാരി പഞ്ചായത്ത് അംഗം ജെയ്സൺ വർഗീസ്, സുഹൃത്ത് മോളെക്കുടിയിൽ ബിജു എന്നിവർ ആനയിറങ്കൽ ജലാശയത്തിൽ മുങ്ങി മരിച്ചതാണ് അപകടങ്ങളിൽ അവസാനത്തേത്. ഒരാഴ്ച മുമ്പ് കുഞ്ചിത്തണ്ണിയിൽ മുതിരപ്പുഴയാറിൽ കുളിക്കാനിറങ്ങിയ കൊരങ്ങാട്ടി സ്വദേശി രാജേന്ദ്രൻ മുങ്ങി മരിച്ചിരുന്നു. കഴിഞ്ഞ ഡിസംബർ 21-നാണ് മുട്ടത്ത് 2 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചത്. അബദ്ധത്തിൽ വെള്ളത്തിൽ വീഴുന്നതോടൊപ്പം അശ്രദ്ധയും പല മരണങ്ങൾക്കും കാരണമാണ്. ഇടുക്കി ജില്ലയിലെ മുങ്ങിമരണം ഈ ഡാമുകളിലും അല്ലാത്ത സ്ഥലങ്ങളിലുള്ള മുങ്ങിമരണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിയമപ്രകാരം ഇത് മുന്നറിയിപ്പ് കൊടുത്ത് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകി ഇത് തടയേണ്ടത് അർജന്റ് കേസാണത്. വളരെ അത്യാവശ്യ കേസുകളാണ്. ഈ മുന്നറിയിപ്പില്ലാത്ത സ്ഥലങ്ങളിൽ ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് മുന്നറിയിപ്പ് വെക്കുകയും ആളുകളെ ഡാമിൽ അല്ലെങ്കിൽ നീർച്ചാലുകളിൽ ഇറങ്ങാതെ രീതിയിലുള്ള സുരക്ഷിതമായ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ജില്ലാ ഭരണാധികാരികളോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. വിനോദസഞ്ചാരികൾ മുങ്ങിമരിച്ച ഒട്ടേറെ അപകടങ്ങളാണ് ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. ഡ്രൈവർമാരും റിസോർട്ട് അധികൃതരുമൊക്കെ മുന്നറിയിപ്പോ മുൻകരുതലോ ഇല്ലാതെ സഞ്ചാരികളെ പുഴയിലും ജലാശയങ്ങളിലും കുളിക്കാൻ വിടുന്നതാണ് പല അപകടങ്ങൾക്കും മുഖ്യ കാരണം. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ, രാജകുമാരി.